ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി CKC പിച്ചച്ചട്ടി എടുക്കുന്ന ആ ഒരു സീനിലോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ആ ടെൻഡർ വസുന്ധര പറഞ്ഞത് പ്രകാരം 15 കോടിക്ക് വിളിക്കാനുള്ള തീരുമാനമായി CKC അവിടെ നിന്നും ഇറങ്ങണം കേട്ടോ. പിന്നീട് അവിടെ ഇങ്ങനെ ടെൻഡർ വിളിക്കാനുള്ള ആള് വന്നിട്ടുണ്ടാവും. അപ്പൊ അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരെയും വെയിറ്റ് ചെയ്യണ്ട, പെട്ടെന്ന് ഈ ഒരു ടെൻഡർ വിളിക്കാനുള്ള ആ ഒരു കാര്യങ്ങൾ നോക്കിയെന്ന് പറയട്ടെ. അപ്പൊ അയാൾ പറയണേ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? അങ്ങനെ ഒരാൾ മാത്രമായിട്ട് ഒരിക്കലും ഈ ടെൻഡർ വിളിക്കാൻ പറ്റില്ലല്ലോ. അതാണ് CKCയോട് ഒരിക്കലും ഒരാളെ ഏറ്റുമുട്ടാൻ വരില്ല. ആ സ്റ്റീൽ ഫാക്ടറി കണ്ടില്ല, ആരും ഏറ്റെടുക്കാൻ വരാത്തത് എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ലേ? എന്നെ പേടിച്ചിട്ടാണെന്ന് പറയട്ടെ. അപ്പൊ ഈ ബാങ്കിൽ നിന്ന് വന്ന ആളുകൾക്ക് ഇതിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരിങ്ങനെ പുച്ഛിക്കുന്നുണ്ട് കേട്ടോ. ഇയാളുടെ അസംബന്ധമായ ഈ സംസാരം കേട്ടിട്ട് ചിരി വരികയാണ് കേട്ടോ അവർക്ക്. അപ്പൊ അവരവിടെ ഇങ്ങനെ മിണ്ടാതിരിക്കാനും. ഇതേ സമയം അവിടെ ആ ഒരു കമ്പനിയുടെ മുതലാളി ഉണ്ടല്ലോ, അയാളാണെങ്കിൽ നഷ്ടത്തിലായിരിക്കാണ്. ശരവണൻ അയാൾ അവിടെ വന്നിട്ടുണ്ടാവും, അയാൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഈ സമയം CKC ഇങ്ങനെ നല്ല ഒരു ധൈര്യത്തോട് കൂടി ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഗൗതമും നിധി വരുന്നുണ്ട് കേട്ടോ. അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും വേണ്ടേ ഈ ഒരു ടെൻഡർ വിളിക്കാൻ? ഒരാൾ മാത്രം വെച്ചിട്ട് എങ്ങനെ ഇപ്പൊ ഈ ഒരു ടെൻഡർ വിളിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. അപ്പൊ ഈ സമയം ആരെയും കാക്കണ്ട, ആരും വരില്ല, CKCയോട് ഏറ്റുമുട്ടാൻ ആരും വരില്ല എന്ന് പറയുമ്പോഴാണ് ഗൗതമും നിധിയും വരുന്നത് കേട്ടോ. ഗൗതമിനെയും നിധിയും കണ്ടവിടെ തന്നെ CKCക്ക് അങ്ങ് ചുരുങ്ങി കയറാണ്. CKC പറയാം, ആഹാ, എന്നെ ഏറ്റുമുട്ടാൻ മാത്രം നീ ആയോ എന്ന് ചോദിക്കാനായിട്ട്. അത് കേട്ടോടെ തന്നെ നിധി പറയണ, എന്താ നിന്നെ ഏറ്റുമുട്ടാൻ എന്തത്ര പണി? നീ എപ്പോഴും വിജയിക്കുമെന്ന് നീ കരുതുന്നുണ്ടാവും. ഒരിക്കലും നീ വിജയിക്കില്ല. നിന്നെ തോൽപ്പിക്കാൻ കിട്ടിയ ഞങ്ങളുടെ ഈ മാർഗം അതൊരിക്കലും ഞങ്ങൾ വെറുതെ കളയില്ല എന്നും പറയണേട്ടോ. നീ ഇവിടെ വന്നിരിക്കുന്നത് വെറുതെയാണ്, ഈ കമ്പനി ഞങ്ങൾ തന്നെ വാങ്ങുമെന്ന് പറയട്ടോ. അപ്പൊ ഈ സമയം CKC പറയണ, ഒരിക്കലും നിങ്ങളിത് വാങ്ങില്ല, ഈ ടെൻഡർ ഞാൻ തന്നെ നേടുമെന്ന് പറയട്ടോ. അപ്പോൾ തന്നെ ഗൗതം പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് പറയട്ടോ. അങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ ശരവണൻ ആ കമ്പനിയുടെ സ്റ്റീൽ ഫാക്ടറിയുടെ ആ മുതലാളി ഇരിക്കുന്നുണ്ട്. നീ ടെൻഷൻ ആവണ്ട, നിനക്ക് എന്തായാലും ഒരു നഷ്ടവും വരില്ല എന്ന് അയാളോട് പറയുന്നുണ്ട്. അത് CKCയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ ഈ സമയം അവിടെ ടെൻഡർ വിളിക്കാൻ വന്നിരിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, നിങ്ങൾ രണ്ടാളും അച്ഛനും മകനും പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ ഉടൻ തന്നെ അവര് പറയട്ടെ. ഇത് കേൾക്കുന്ന ഗൗതമിന് അങ്ങ് ചിരി വരികയാണ്. ഗൗതം പറയാ, ഇയാളെന്റെ അച്ഛനായി, എന്താ ഈ പറയുന്ന, ഇയാളെ പോലെ ഒരു വൃത്തികെട്ട കൂതറ എന്റെ അച്ഛനാവുകയെന്ന് പറയുമ്പോൾ CKCക്ക് ദേഷ്യം പിടിച്ച്, എന്ത് സംസ്കാരമില്ലാത്ത സംസാരമാണ് നീ പറയുന്നത്? എന്നെ ഇങ്ങനെ ബാഡ് വാക്ക് യൂസ് ചെയ്യരുത് എന്ന് പറയണ്ട. എന്നിട്ട് പറയണേ, ഇവനെ പോലെ ഒരു മകനെ, എന്റെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലെ ഇവനെ കൊന്നിരിക്കും എന്ന് പറയണ്ട. ഇത് കേൾക്കുന്ന നിധിക്കും ചിരി വരികയാണ്. അങ്ങനെ ഈ സമയം അവർ തമ്മിൽ വഴക്കാവെന്ന് കാണുമ്പോൾ അവർ പറയണേ, നിങ്ങളിപ്പോ ഒരു വഴക്ക് കൂടുതൽ ഇവിടെ ടെൻഡർ വിളിക്കാനല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടെൻഡർ വെച്ചിരിക്കുന്നത് 3.5 കോടിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ 3.5 കോടി സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഗൗതം 4.5 കോടിയാക്കാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എനിക്ക് എല്ലാം 5-ൽ വെച്ചാണ് ഞാൻ തുടരുന്നത് എന്നിങ്ങനെ CKC പറയുന്നുണ്ട്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട നമ്പർ 5 ഞാനിപ്പോ ഈ ടെൻഡർ വിളിക്കാൻ എത്തുന്നത് 10:55 അപ്പൊ അതുപോലെ എല്ലാത്തിലും എന്റെ ലാസ്റ്റ് 5 വരും. അതുകൊണ്ട് തന്നെ 4 കോടി 5 എന്ന് പറയണ കേട്ടോ. അത് കേട്ട ഉടനെ നിധി പറയാണ്, എന്നാ 5 കോടി 5 എന്ന് പറയണേ. അപ്പോഴേക്കും ഗൗതം പറയണ 5 കോടി അല്ല 6 കോടി 5 എന്ന് പറയണേ. അപ്പോഴേക്കും ഇപ്പുറത്ത് CKC ആണെങ്കിലോ ഇങ്ങനെ പറയാണ് 7 കോടി 5 എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും CKCയുടെ മാനേജർ പറയുന്നുണ്ട്, വേണ്ട, ഇത് വിളിക്കണ്ട, ഇതിന്റെ ശരിക്കുള്ള വാല്യൂ ഞാൻ പുറത്ത് നിന്ന് അന്വേഷിച്ചാണ്, 3.5 കോടിയിലേക്ക് മുകളിലോട്ട് പോവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ടെൻഡർ വിളിക്കാൻ എത്തിയിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഓഫീസർമാരുണ്ടല്ലോ, അവർ തമ്മിൽ പരസ്പരം പറയുന്നുണ്ട്, നമ്മുടെ ബാങ്കിനാകെ 3.5 കോടി ഇയാൾ വരാനുള്ളൂ, ഇത് അത്ര വലിയ നല്ല പ്രോപ്പർട്ടി ഒന്നും അല്ല, പിന്നെ എന്തിനാണ് ഇയാളിപ്പോ ഇങ്ങനെ 7 കോടി 8 കോടിയിലേക്കൊക്കെ പോകുന്നത്, ഇയാൾക്ക് എന്താ വട്ടാന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആ ബാങ്കിലെ മുതലാളി പറയണേ, അവരെന്തോ ആയിക്കോട്ടെ, നമുക്ക് പോയി ടെൻഡർ വിളിച്ച് നമ്മുടെ കാര്യം, നമ്മുടെ പൈസ കിട്ടുക അത്രയുള്ളൂ, ബാക്കിയുള്ളത് അവരെടുത്തോട്ടെ, എന്താ ചായിക്കോട്ടെ എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു CKCയോട് ഇതിനിടയ്ക്ക് ഇങ്ങനെ ആ ഒരാള് പറയുന്നുണ്ട്, വേണ്ട മുതലാളി, ഇത് വേണ്ട സാർ, കാരണം ഇത് അത്രയും ഉള്ള പ്രോജക്റ്റ് അല്ല, ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. നീ മിണ്ടാതിരിക്കുക, ഗൗതം എന്ന് പറയുന്ന ബുദ്ധിശാലിയാണ്, അവന് ഈ ടെൻഡർ വിളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൽ എന്തെങ്കിലും ഉണ്ടായെന്ന് പറയട്ടോ. അങ്ങനെ പിന്നീട് ഇങ്ങനെ ഈ ഒരു CKC 7 കോടി 5 എന്നൊക്കെ പറയുമ്പോൾ നിധി പിന്നെയും ഇടപെടാണ്. അപ്പൊ 8 കോടി എന്ന് പറയട്ടെ നിധി. അപ്പോഴേക്കും CKC 8 കോടി എന്നല്ല 8 കോടി 5 എന്ന് പറയട്ടെ. അപ്പോഴേക്കും ഗൗതമും നിധി ഇങ്ങനെ തളർന്ന മട്ടിലിരിക്കുകയാണ്. ഇത് കണ്ടോടെ തന്നെ CKC പറയണ, പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ടെൻഡർ വിളിച്ചെടുക്കാൻ കഴിയില്ല, ആ കമ്പനി എന്റെ പേരിൽ തന്നെ ആവും, അത് ഉറപ്പുള്ള കാര്യം, നിങ്ങൾക്ക് ആ കമ്പനി കിട്ടത്തില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ്ട. അപ്പൊ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ശരിക്കും ഇങ്ങനെ ഗൗതമ ദേഷ്യം പിടിക്കണം. അങ്ങനെ നിന്നെ തന്നെ അങ്ങനെ പുകഴ്ത്തിയാൽ ഒരിക്കലും ശരിയാവില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ
എത്ര പൈസ പറഞ്ഞാലും ഞാൻ 15 കോടി വരെ ഞാനത് എത്തിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പ്ലാന് 15 കോടിയാണല്ലോ, 15 കോടിയുടെ കമ്പനി ആണല്ലോ അത് വരെ എത്തിക്കും എന്ന് പറയണ്ട. അപ്പൊ ഈ ശരവണൻ ഇങ്ങനെ നിന്ന് ചിരിക്കുന്നുണ്ട്, അയാൾക്ക് ചിരി വരുന്നുണ്ട്. അപ്പൊ ഇപ്പുറത്തെ ബാങ്കിലുള്ള ആളുകളും ചിരി വരുന്നുണ്ട്. ഇത് കൂടിപ്പോയ ഒരു 3.25 കോടി വരെ എത്തുന്ന ആ ഒരു ഫാക്ടറിയാണ്, ആ ഫാക്ടറിയാണ് ഇയാള് 15 കോടി വരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുകഴ്ത്തുന്നതായിട്ടാ. അപ്പൊ ഇതേ സമയം എന്നോട് CKC പറയണേ, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്, അതിന്റെ അപ്പുറത്ത് മെട്രോ വരുന്നുണ്ട്, ഇതിന്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് എന്നൊക്കെ ഞാൻ അറിയില്ലെന്ന് കരുതിയോ എന്നൊക്കെ പറയുമ്പോ ഈ മറ്റുള്ളവർ ആകെ അന്തം വിട്ടു പോവാണ്ടിട്ട് ഇയാൾ എന്ത് ഈ പറയുന്നത്, എന്ത് വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗൗതമും നിധിയും പറയണ, ഒരിക്കലും നിങ്ങൾക്ക് ഞങ്ങളത് വിട്ടുതരില്ല 9 കോടി എന്ന് പറയട്ടെ. ആ 9 കോടി എന്ന് പറഞ്ഞ ഉടനെ അവിടെ പറയണേ, എന്നാ 9 കോടി 5 എന്ന് പറയട്ട. അപ്പോഴേക്കും CKC, അപ്പോഴേക്കും ഗൗതം തളരാണ്, എന്നാ 10 കോടി. അങ്ങനെ മത്സരിച്ച് 15 കോടി വരെ എത്താനായിട്ട്. അപ്പൊ ശരവണൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, ഗൗതം ഇങ്ങനെ ചെറിയ പുഞ്ചിരി കാണിക്കുന്നുണ്ട്. അപ്പൊ 15 കോടി 1 ഉറപ്പിക്കുന്ന ലേലം, 15 കോടി 2 ഉറപ്പിക്കുന്ന ലേലം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നിധി പറയണ 16 കോടി എന്ന് പറയട്ടെ. അപ്പോഴേക്കും 16 കോടി 5 എന്ന് വീണ്ടും ഇങ്ങനെ CKC പറയാണ്. അപ്പോൾ ഉടൻ തന്നെ ലേലം ഉറപ്പിക്കുകയാണ്. ഗൗതമിന് എന്തെങ്കിലും പറയാനുണ്ടോ, പറഞ്ഞോളൂ, ഈ ലേലം 16 കോടിക്ക് ഉറപ്പിക്കുന്നു എന്നിങ്ങനെ പറയാണ്. അപ്പൊ ലേലം 1, ലേലം 2 എന്ന് പറഞ്ഞിട്ട് 16 കോടി 1, 16 കോടി 2 എന്ന് പറയുമ്പോൾ അത് പിന്നെ എനിക്ക് അത് പിന്നെ നിധി എനിക്കെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പരിങ്ങണ്, അതായത് അവരിങ്ങനെ പരിങ്ങിങ്ങനെ നിൽക്കണം കേട്ടോ. ഈ ഒരു ടെൻഡർ ഞങ്ങൾക്ക് തന്നെ കിട്ടണം എന്നുള്ള ആ ഒരു ഭാവത്തിൽ അവരിങ്ങനെ പരിങ്ങി നിൽക്കുമ്പോൾ ലേലം ഉറപ്പിച്ചിരിക്കുന്നു 16 കോടി 5 എന്ന് പറഞ്ഞിട്ടാ. അപ്പോഴേക്കും CKC അവിടെ നിന്ന് എണീറ്റിട്ട്, നീ എന്നെ തോൽപ്പിക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി, ഈ ഒരു ഫാക്ടറി എനിക്ക് കിട്ടിയിരിക്കുന്നു, നീ മനസ്സിൽ പ്ലാൻ ചെയ്തതെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 16 കോടി 5 ഈ ഫാക്ടറി എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ലേലം ഉറപ്പിച്ചിരിക്കുന്നു. 3.5 കോടി ഇങ്ങനെ കടബാധ്യതയുള്ള ആ ഒരു ഇതെടുത്തതിന് ശേഷം ശരവണന് 16 കോടിക്ക് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിധിയും ഗൗതമും ആകെ ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കണം കേട്ടോ. പിന്നീട് ഇതാണ് CKCയോട് കളിച്ചാൽ നീ തോൽക്കത്തേ ഉള്ളൂ. അതിന് ഈ ടെൻഡറിന് എനിക്ക് നേടിയെടുക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല CKC, നിങ്ങൾ അറിഞ്ഞോളൂ. എടാ, നീ ബുദ്ധിമാനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ നീ ബിഗ് സീറോ ആണെന്ന് മനസ്സിലാക്കണമെന്ന് ഗൗതം CKCയുടെ മുഖത്തടിച്ച് പറയണ്ട. അത് കേൾക്കുന്ന CKC എന്താണെന്നുള്ള ഭാഗത്ത് നിൽക്കുന്നത്. അപ്പൊ മാനേജർ പറയുന്നുണ്ട്, സാർ ഈ ഇത്രയും പൈസക്ക് ഇത് വിളിക്കരുത്, നീ ഒന്നും മിണ്ടാതിരിക്കുന്ന, നിന്റെ വാ തുറന്നാൽ നിന്റെ കഴുത്തിന് ഞാൻ പിടിക്കുന്ന അയാളോട് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ മാനേജർക്ക് ഒന്നും പറയാൻ കഴിയാതെ പോവാണ്. ഇതേ സമയം ലേലം ഉറപ്പിച്ചു, ലേലത്തിൽ ഒപ്പിട്ടു. ആ പ്രോപ്പർട്ടി CKCയുടെ പേരിലായി. ശരവണന് 16 കോടി 5 എന്നുള്ള ആ ഒരു ഇത് കൊടുക്കുകയാണ്. ഇതേ സമയം നിധി ചോദിക്കുകയാണ്, എത്രയാണ് സാർ സമയം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് 12:55 എന്ന് പറയണ്ട. ലാസ്റ്റ് 5-ലുണ്ട്, 5-ൽ തുടങ്ങി 5-ൽ തന്നെ അവസാനിച്ചു, ലേലവും 5-ൽ തന്നെ അവസാനിച്ചു. അതുകൊണ്ട് ഇനി താങ്കൾ ഒരു കാര്യം അറിഞ്ഞോ, ഈ ലേലം ഒരിക്കലും ഞങ്ങൾക്ക് പിടിച്ചെടുക്കണം എന്നുള്ള ആ ഒരു തീരുമാനം ഞങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഈ ശരവണൻ ഞങ്ങളെ കാണാമെന്നും 3.5 കോടിയിലുള്ള ഈ വസ്തു എനിക്ക് ബാങ്കിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ കടബാധ്യത തീർക്കണം എന്നുണ്ടെങ്കിൽ ഈ ലേലം 3.5 കോടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കടബാധ്യത എനിക്ക് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഗൗതം സാർ ഇതിൽ വന്നു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലൊക്കെ ഈ ഒരു ലേലം വിളിക്കാൻ വരും, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പോലും ഈ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ വരില്ല എന്ന് ഇയാളിങ്ങനെ വന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ലേലത്തിലോട്ട് വന്നതും. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തി തരാൻ നിനക്ക് കുറച്ച് ആളുകളും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മെട്രോ വരുന്നുണ്ട്, ആ ഭാഗത്ത് ഇന്നത് വരുന്നുണ്ട് എന്നൊക്കെ തട്ടിക്കൂട്ടുന്നുണകൾ വിട്ടതും 15 കോടിയോളം വിലമതിക്കുന്ന പ്രോപ്പർട്ടിയാണെന്ന് ഇത് പറഞ്ഞതും എന്തായാലും നീ നഷ്ടത്തിലാണ് പോയിരിക്കുന്നത് എന്ന് പറയട്ടെ. അപ്പോഴേക്കും മാനേജർ പറഞ്ഞു, സാർ ഞാൻ പറഞ്ഞില്ലേ, ഇത് എങ്ങനെ ഞെക്കി തുറിപ്പിച്ച് കഴിഞ്ഞാലും ഇതിൽ നിന്ന് കിട്ടുന്നത് ആകെ 3.5 കോടി അത്ര വരെ ഈ പ്രോപ്പർട്ടിക്കുള്ള, അതിൻ്റെ മുകളിലോട്ട് പോവില്ല. ഒന്നല്ലെങ്കിൽ ഈ ഒരു ഫാക്ടറി എടുത്തു കഴിഞ്ഞാൽ അതിലെ കമ്പനിയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കാൻ സാറിൻ്റെ കയ്യിലുണ്ടാവില്ല, അത്രയും നഷ്ടമാണ് സാറിന് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ
ഉടൻ തന്നെ ഗൗതം പറയണേ, അയാൾ നിനക്ക് മുന്നിൽ ഒരുപാട് തവണ നിന്നോട് പറഞ്ഞു, പക്ഷേ നീ ബുദ്ധിയില്ലാത്തത് കൊണ്ടും നീ എൻ്റെ വീട്ടിലോട്ട് എത്തി നോക്കുന്നത് കൊണ്ടും നിനക്ക് കിട്ടിയ ശിക്ഷയാണ്. അപ്പൊ നിനക്ക് നഷ്ടം വന്നിരിക്കുന്നത് എത്ര കോടിയാണെന്ന് നീ ചിന്തിച്ചു നോക്ക്. 3.5 കോടി വെച്ച് നോക്കുകയാണെങ്കിൽ, ഈ പ്രോപ്പർട്ടിക്ക് കിട്ടുകയാണെങ്കിൽ നിനക്ക് നഷ്ടം വന്നിരിക്കുന്ന ഏകദേശം 11.5 കോടിയോളം നിനക്ക് നഷ്ടം വന്നിട്ടുണ്ട് എന്ന് പറയണ്ട. സോറി, 11 12 കോടിയോളം നിനക്ക് നഷ്ടം വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇത് നീ നികത്തണമെങ്കിൽ ഈ കമ്പനി 10 വർഷം 20 വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് നികത്താൻ കഴിയില്ല. പിന്നെ ഈ കമ്പനി ഒരിക്കലും രക്ഷപ്പെടുന്ന ഒരു കമ്പനിയല്ല. സ്റ്റീൽ ഫാക്ടറി എന്ന് പറയുന്ന ഈ കമ്പനി അധംപതിച്ച് നിൽക്കുന്നതും പൊട്ടിപ്പാളീസായ കമ്പനിയാണ്. എന്തായാലും നിന്റെ പിച്ചച്ചട്ടി എടുക്കേണ്ട സമയമായി. എൻ്റെ കുഞ്ഞിനെ കളഞ്ഞതിനുള്ള വൈരാഗ്യമാണ് എന്നോട് ഞാനിത് ചെയ്തത്. എൻ്റെ അഭിനയമായിരുന്നു ഇതൊക്കെ എന്ന് പറയുമ്പോൾ CKC ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈശ്വര, എന്താ ഈ പറയുന്നത് എന്ന ഭാവത്തിൽ CKC ആകെ ഞെട്ടി നിൽക്കാണ്. അങ്ങനെ ലേലം CKC ഗൗതം വിളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞെത്തിയ CKCക്ക് അതിലും വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ വീട്ടിലോട്ട് വരികയാണ്. വീട്ടിൽ വരുമ്പോൾ വസുന്ധരയും ശിവാനിയും ഇവിടെ ലേലത്തിൽ ആര് ജയിച്ചു എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇവരുടെ മുഖത്തൊരു ടെൻഷനാണ് കേട്ടോ. അപ്പോൾ പാറു ഓടി വരുന്നുണ്ട്, നിർമ്മല ഓടി വരുന്നുണ്ട്. ഈ ടെൻഡർ നിനക്ക് കിട്ടിയോ മോനെ എന്നൊക്കെ ചോദിച്ച് ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ മുഖത്ത് സങ്കടമാണ്. അത് കേൾക്കുന്ന ശിവാനി പറയണ, ആ മുഖം കണ്ടാൽ തന്നെ അറിയാം ഇവർക്ക് ടെൻഡർ കിട്ടിയില്ല എന്ന്. അപ്പോഴും ഇവരിങ്ങനെ കരയുന്ന ഭാഗത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം ഇവനെ കൊണ്ട് കഴിയില്ല. അതെന്താണെന്നറിയില്ല, ഈ പെണ്ണ്, അതായത് ഈ നിധി എന്ന് പറയുന്നവൾ, ഇവന്റെ തലയിലായ അന്ന് മുതൽ ഇന്ന് വരെ ഇനി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കണം കേട്ടോ. അപ്പൊ ഈ പരിഹസിച്ച് ചിരിക്കുന്നത് കാണുമ്പോൾ നിധിയും ഗൗതം അങ്ങ് പൊട്ടിച്ചിരിക്കണം കേട്ടോ. പെട്ടെന്ന് വസുന്ധരയും ശിവാനിയും ചിരി നിർത്തുമ്പോൾ ഇവരെന്തിനാ ചിരിക്കുന്നത് എന്നിങ്ങനെ പാറു വന്ന് ചോദിക്കുകയാണ്. ഈ ടെൻഡർ ഒരിക്കലും ഞങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ടായിരുന്നില്ല. ഈ ടെൻഡർ നേടിയെടുക്കുന്നത് പോലെ ഈ വീട്ടിൽ ഞങ്ങൾ അഭിനയിച്ചതാണ്. കാരണം ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വിളിച്ചു പറയാൻ മറ്റുള്ളവരുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ 3.5 കോടിയുടെ ഈ പ്രോപ്പർട്ടി 15 കോടി എന്ന് വരുത്തി തീർത്ത് CKCയെ വലിയൊരു നഷ്ടത്തിലോട്ടാണ് ഞാൻ കൊണ്ടുപോയത്. അയാൾ അതിൽ നിന്ന് ഒരിക്കലും നിവരില്ല. ആ 15 കോടി ശരവണന് കൊടുത്തത് കൊണ്ട് തന്നെ അയാൾക്ക് ആ കമ്പനി ഇനി എത്ര തിരിച്ചു മറിച്ച് വിറ്റാലും ആ കമ്പനി കച്ചവടം ചെയ്താലും അയാൾക്ക് അതിൽ നിന്ന് ഈ 16 കോടിക്ക് മേടിച്ച ആ ലാഭം കിട്ടില്ല. അതിൽ വരുന്ന തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ പോലും അയാൾക്ക് എത്തില്ല. അതാണ് ഗൗതമിനോടും നിധിയോടും കളിച്ചത്. അപ്പം നിധി പറയാൻ, ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇനി അയാളുടെ കുഴി തോണ്ടുന്ന അവസ്ഥയായി. എനിക്ക് ഒരു വാശിയുണ്ട്. അയാളെയും അയാളുടെ ഭാര്യയെയും ഒന്നുമില്ലായ്മയിലോട്ട് വിട്ട് പെരുവഴിയിലൂടെ പിച്ചച്ചട്ടി എടുക്കണമെന്ന വാശി, ആ വാശി ഞങ്ങൾ നിറവേറ്റുമെന്നൊക്കെ ഇങ്ങനെ ഗൗതം പറയുമ്പോൾ വസുന്ധരയും ശിവാനി ആകെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ വരാനിരിക്കുന്നത്.